എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഗോകുലം ഗോപാലിൻ്റെ ഓഫീസിലെ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് കേരളത്തിലെയും ചില ദേശീയ മാധ്യമങ്ങളൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. കേരളത്തിലെ ചില യൂട്യൂബേഴ്സൊക്കെ ഇപ്പോൾ ഇതിനെ വെള്ളപൂശാൻ നടക്കുകയാണ്. അതായത് ED ഗോകുലം ഗോപാലിൻ്റെ ഓഫീസിൽ വന്നു, എല്ലാ രേഖകളും പരിശോധിച്ചു. ഗോകുലം ഗോപാലൻ ED ആവശ്യപ്പെട്ട എല്ലാ രേഖകളും കൊടുത്തു. പക്ഷേ EDക്ക് ഒന്നും കിട്ടിയില്ല. അവസാനം EDയും ഗോകുലം ഗോപാലിനും കെട്ടിപ്പിടിച്ച് ചായ കുടിച്ച് പിരിഞ്ഞു എന്ന തരത്തിലാണ് ചില യൂട്യൂബേഴ്സൊക്കെ വെള്ളപൂശാൻ ഇതിനെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിന് സത്യാവസ്ഥ എന്താണ്? ഇതിന് പിന്നിൽ ഈ പെട്ടെന്നുള്ള റെയ്ഡിന് പിന്നിൽ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പ്രിസൈസായിട്ട് പറഞ്ഞിരിക്കുകയാണ് മാത്യു സാമുവലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇന്ത്യ അറിയുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിനോട് ചാനലിലൂടെ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ എന്താ പറയുക കേരളം മൊത്തം ചർച്ച ചെയ്യുന്നത്. കേരളം മാത്രമല്ല, ഇന്ത്യ ഫുൾ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് മാത്യു സാമുവലിൻ്റെ പ്രസ്താവന മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് നോക്കാം. അത് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ചില ED ഒഫീഷ്യൽസൊക്കെ ആയിട്ട്, അത് ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെയുള്ള ചില ED ഒഫീഷ്യൽസ്, സീനിയർ ഒഫീഷ്യൽസായിട്ട് സംസാരിക്കുന്നു. ഇദ്ദേഹത്തിന് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അതായത് ഇദ്ദേഹം പല കേസുമായി ബന്ധപ്പെട്ട് EDയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കേസ് ഡീൽ ചെയ്ത ആൾക്കാരാണ്. എന്തിന് മമതാ ബാനർജിക്കെതിരെ പോലും ഇപ്പോഴും കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് മാത്യു സാമുവൽ അച്ചായൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണക്ഷൻ വെച്ചിട്ട് ഒരുപാട് ED ഒഫീഷ്യൽസൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അവരിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് മാത്യു സാമുവൽ സാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ജനങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് സീനിയർ ED ഒഫീഷ്യൽസ് മാത്യു സാമുവൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. സാധാരണക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോകുലം ഗോപാലിനെ കുറിച്ച് കേരളത്തിലൊരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഫ്രെയിം വർക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം വലിയ സംഭവമാണ്, ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു, വലിയ കേരളത്തിൻ്റെ രക്ഷകനാണ് എന്ന രീതിയിൽ. അതായത് യൂസഫ് അലി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തെ രക്ഷിക്കുന്ന ഒരാളാണ് ഈ ഗോകുലം ഗോപാലൻ എന്നുള്ള ഒരു പിക്ചർ, ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ, ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അദ്ദേഹം അതിനുമാത്രം പൈസ ഓരോ സ്ഥലത്തും ഫണ്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാരണം തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ഇമേജ് ഇവിടുത്തെ മാധ്യമങ്ങളും ചില ആൾക്കാർ യൂട്യൂബേഴ്സൊക്കെ ഇത്തരത്തിലൊരു ഇമേജ് അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ മാത്യു സാമുവൽ സാർ ED ഒഫീഷ്യൽസ് എടുത്ത് സംസാരിച്ചതിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഈ ഗോകുലം ഗോപാലൻ വലിയൊരു ഫിനാൻഷ്യൽ ഫ്രോഡാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ഒന്ന്, ഗോകുലം ഗോപാലൻ വലിയൊരു ഫിനാൻഷ്യൽ ഫ്രോഡാണ്. പിന്നെ ഇയാളുടെ ഫുൾ ആക്ടിവിറ്റീസ് എഗെയിൻസ്റ്റ് ഇന്ത്യയാണ്. പിന്നെ ആദ്യം പറഞ്ഞ മാതിരി ഈ കേരളത്തിലെ യൂട്യൂബേഴ്സും മാധ്യമങ്ങളൊക്കെ ഈ ED റെയ്ഡിന് എമ്പുരാൻ സിനിമയുമായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്ന രീതിയിലാണ് ആദ്യം തൊട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹത്തിനെതിരെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. ഇന്ന് മാധ്യമങ്ങൾ പറഞ്ഞു, അതായത് മാനുവൽ ബോയ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അതൊക്കെ ഇത്രയും കാലം സപ്രസ് ചെയ്തുമായിരുന്നു. പക്ഷേ ഈ എമ്പുരാൻ്റെ കേസ് വന്നപ്പോൾ ശരിക്കും പെട്ടു. അദ്ദേഹം ശരിക്കും ആ പടം തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനെ താറടിക്കുക, ഇന്ത്യയെ തന്നെ താറടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ അതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഗോകുലം ഗോപാലൻ അതിനുശേഷം മോഹൻലാൽ അടക്കം, അതിൻ്റെ മെയിൻ ലീഡ് ആക്ടറായ മോഹൻലാൽ അടക്കം നരേന്ദ്രമോദിയും അമിത്ഷായും BJPയും BHPയൊക്കെ വിളിച്ച് മാപ്പ് പറഞ്ഞു എന്ന രീതിയിലുള്ള വാർത്ത ആദ്യം പറഞ്ഞത് തന്നെ, കേരളത്തിലെ ജനങ്ങളോട് ആദ്യം പറഞ്ഞത് തന്നെ മാത്യു സാമുവൽ സാറാണ്. കേരളത്തിലെ ഒരു മാധ്യമങ്ങളും അക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സോഴ്സ് കിട്ടുന്ന വിവരങ്ങളാണ് ഇതൊക്കെ. അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ കണക്ഷൻ ഇതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം പറഞ്ഞാൽ ഒരു മാധ്യമങ്ങളും ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലായി ED ഒഫീഷ്യൽസ് ഈ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 600 കോടി ഇസ്ലാമിക ഹവാല ടെറർ ഫണ്ടിങ് ഗോകുലം ഗോപാലൻ അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി നടത്തി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് ഏകദേശം ED ഇപ്പോൾ 600 കോടിയുടെ ഇസ്ലാമിക ഹവാല പണം ED പിടിച്ചെടുത്തു ഗോകുലം ഗോപാലൻ്റെ. അത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഇത് ശരിക്കും ഒരു ഇന്ത്യക്ക് അഗെയിൻസ്റ്റാണ്, ഒരു ആൻറ്റി ഇന്ത്യ മൂവ്മെൻ്റാണ് ഗോകുലം ഗോപാലൻ ഇത്രയും കാലമായിട്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇയാൾ ഇത്രയും തെളിവുകളുണ്ടായിട്ടും, ഈ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെ വ്യക്തമായ തെളിവുകളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്യുന്നില്ല? അതായത് ഒരു കേന്ദ്ര നയത്തിൻ്റെ ഭാഗമാണ്. ഒരു 10 വർഷം മുന്നേ, അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ഒരു 4 വർഷത്തിന് ശേഷം ഒരു കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ EDയൊക്കെ ഒരു സ്ഥലത്ത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ എന്തെങ്കിലും റെയ്ഡ് നടത്തുകയാണെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യില്ല. ED അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അതായത് അറസ്റ്റ് ചെയ്താൽ അവിടുത്തെ കോൺസിക്വൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇവിടുത്തെ കേസ് തന്നെ, ഗോകുലം ഗോപാലൻ്റെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഗോകുലം ഗോപാലിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു, ജയിലിലടച്ചു, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗോകുലം ഗോപാലൻ ഒരു ചിട്ടി കമ്പനി നടത്തുന്ന ഇതാണ്. അപ്പോൾ ഇത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവർ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആർക്ക് ജോലി കൊടുക്കും? അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ് കമ്പനി കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് വരുമ്പോൾ അവരാരും കെയർ ചെയ്യുന്നവരുണ്ട്, പെട്ടെന്ന് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക, അങ്ങനെ ആരും ചെയ്യുന്നില്ല. ഇപ്പോൾ അമേരിക്കയിലും സെയിം പ്രോസസ്സാണ്. ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഈ ഇൻകം ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഒരു പാരലായിട്ട് നടന്നുള്ളൂ. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ നടത്തിപ്പോ ഇതുമായിട്ട് ഒന്നും ഇടപെടില്ല. കാരണം വെച്ചാൽ അത്ര ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്, അവരുടെ ജോലി കാര്യങ്ങളൊക്കെ പോവും. അതൊക്കെ മുൻനിർത്തി പരിഗണിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഗോകുലം ഗോപാലൻ ചെയ്ത് എന്താണെന്ന് അറിയാം. അതായത്
ഇദ്ദേഹത്തിന് വിദേശത്തൊക്കെ ഒരുപാട് ചിട്ടി ഫണ്ടുകൾ ഈ ചിട്ടികൾ പരിപാടിയാണ്. ഈ ചിട്ടികളുടെയാണ് ഇദ്ദേഹം കോടികൾ വരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇയാൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തു നിന്നൊക്കെ കുറേ എന്താ പറയുക ഈ ഇസ്ലാമിക ഫണ്ട് കുറേ ആൾക്കാർ ചിട്ടിയിൽ ചേർന്നിട്ട് കുറേ ഫണ്ട് ഇടുന്നു. അപ്പോൾ അത് വലിയ പണമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അതിന് വെളുപ്പിച്ചിട്ട് കുറച്ച് കമ്മീഷൻ എടുത്ത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ആ തരത്തിലാണ് ഇവർ കാര്യങ്ങൾ ചെയ്തത്. അവർക്ക് കൊടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ STPI PFIയുടെ ഒരുപാട് ലീഡേഴ്സൊക്കെ ഇപ്പോൾ ജയിലിലുണ്ട്. അപ്പോൾ അവർക്ക് ജാമ്യത്തിന് അപേക്ഷിക്കാനും എന്താ പറയുക ഇതിനൊക്കെ ആയിട്ട് കോടികൾ കെട്ടിവെക്കണം. നമുക്ക് CA റൌഫിൻ്റെ കേസൊക്കെ ഉണ്ടല്ലേ, അവർക്കൊക്കെ ഇനി ജാമ്യം ഇവിടെ എന്താ പറയുക പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം അവർ ലീഡേഴ്സൊക്കെ ജയിലാണ്. ഏത് ജയിലാണെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ ഇവർക്കൊക്കെ ജാമ്യം കിട്ടണമെങ്കിൽ പോലും കോടികൾ കെട്ടിവെക്കണം. അതിന് 5 പൈസയിൽ ഒരാളിപ്പം പൈസ ചെയ്യുന്നില്ല. പിന്നെ ഒരുപാട് NGOസിനെ ബാൻ ചെയ്തു, എല്ലാം ത്രൂ ഓൺലൈൻ ട്രാൻസാക്ഷൻ, എല്ലാത്തിനും അക്കൗണ്ടബിലിറ്റി കൊണ്ടുവന്നു കേന്ദ്ര സർക്കാർ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇവർക്ക് ആരും ഫണ്ട് വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് ചിട്ടി ഫണ്ട് വഴി ചിട്ടി അവിടുന്ന് ഒരുപാട് ഫണ്ട് വരുന്നു, മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ഒരുപാട് ഫണ്ട് വരുന്നു. അത് ഇവിടെ കൊണ്ടുവന്ന് അത് വെളുപ്പിച്ചിട്ട് ഒരു കമ്മീഷൻ കുറച്ച് ഗോകുലം ഗോപാലിനെ എടുത്തിട്ട് ബാക്കി അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. അതായിരുന്നു ഇയാളുടെ പരിപാടി. അപ്പോൾ ഏകദേശം 600 കോടിയോളം പിടിച്ചെടുത്തു എന്നാണ് മാത്യു സാമുവൽ സാർ പറയുന്നത്. ശരിയാണ്, പല ചാനലും മറ്റു ചാനലുകളും ഇതേ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്കൊരു മെസ്സേജ് കൂടി കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഈ എന്താ പറയണ്ടത് ഈ ഗോകുലം ഗോപാലിൻ്റെ ചിട്ടി ഫണ്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിഡ്രോ ചെയ്തോ എന്നുള്ള ഒരു മെസ്സേജും കൂടി കൊടുക്കുന്നുണ്ട്. അതായത് അത് ED ഒഫീഷ്യൽ മാത്യു സാമുവൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇനി അധികം ഫ്യൂച്ചറില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇയാൾ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെയാണ്, വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ക്ലിയർ സോഴ്സ് ക്ലിയർ എവിഡൻസ് ഇപ്പോൾ EDയുടെ കയ്യിലുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ അപ്പോൾ ഇദ്ദേഹത്തോടെ ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ഇതിപ്പം ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കുന്നത് ED ആണ്. ഇനി ഈ വിരുദ്ധ പ്രവർത്തനങ്ങൾ, അത് തീവ്രവാദികൾക്ക് വേണ്ടി ഫണ്ട് ചെയ്ത് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുക, അതിനൊക്കെ എന്താ പറയുക NIAയും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാളെ തൂക്കിയെടുത്ത് അകത്തിടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇദ്ദേഹം പൃഥ്വിരാജിനെ കുറിച്ചും വലിയൊരു സംഭവം പറയുന്നത്. അതിപ്പോൾ ഈ പൃഥ്വിരാജിന് ഇപ്പോൾ അന്വേഷണത്തിന് വേണ്ടി നോട്ടീസ് നൽകില്ലേ. അപ്പോൾ ഈ പൃഥ്വിരാജ് കള്ളപ്പണത്തിൻ്റെ ഉസ്താദാണെന്ന് പറയുന്നത് അദ്ദേഹം അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് എന്താണെന്നില്ലേ. അതായത് ഇപ്പോൾ ED നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പൃഥ്വിരാജിനോട് ഹാജരാകാൻ വേണ്ടിയിട്ട്. അത് 3 സിനിമകൾക്ക് നേരിട്ട് അഭിനേതാവ് എന്ന നിലയിൽ പണം വാങ്ങാതെ കോ പ്രൊഡ്യൂസർ എന്ന നിലയിലാണ് പണം വാങ്ങിയത്. പിന്നെ അതുമാത്രമല്ല, പൃഥ്വിരാജ് മുംബൈ ബാന്ദ്ര പാലി ഹിൽസിൽ 30 കോടി കൊടുത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങിയിരുന്നു. അപ്പോൾ എങ്ങനെ ഈ പണത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്? അതായത് അഭിനേതാവ് എന്ന നിലയിൽ പണം വാങ്ങിയില്ല, നിർമ്മാതാവ് എന്ന നിലയിൽ സഹനിർമ്മാതാവ് എന്ന നിലയിൽ പണം അധികം കൈപ്പറ്റിയില്ല. പിന്നെ എങ്ങനെ ഈ എമ്പുരാൻ സിനിമയുടെ എന്താ പറയുക സിനിമ നടക്കുന്ന ഇടയിൽ തന്നെ 30 കോടി കൊടുത്തും ബാന്ദ്ര പാലി ഹിൽസിൽ ഇപ്പോൾ ഫ്ലാറ്റ് വാങ്ങി. ബാന്ദ്ര പാലി ഹിൽസിൽ നമ്മൾ 30 കോടി വൈറ്റ് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക 300 കോടി ബ്ലാക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ ഇതൊക്കെ എന്താ പറയേണ്ടത് മാത്യു സാമുവൽ സാർ വലിച്ച് കീറി പൊളിച്ചെടുക്കുകയാണ്. അതായത് ഇവിടുത്തെ എന്താ പറയേണ്ടത് മുഖ്യധാര മാധ്യമങ്ങളൊന്നും പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും അച്ചായൻ വലിച്ച് കീറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ തത്വത്തിൽ എന്താ പറയുക ഇവിടെ കുറേ കപട യൂട്യൂബേഴ്സ് ഉണ്ട്. ഈ ഗോകുലം ഗോപാലിനെ പോലെ ഇത് ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി പുട്ടിയടിക്കാൻ വേണ്ടി ചില യൂട്യൂബേഴ്സൊക്കെ ഇവിടെ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരൊക്കെ മുഖംമൂടി വലിച്ച് കീറിയിരിക്കുകയാണ് മാത്യു സാമുവൽ സാറ്. മാത്യു സാമുവൽ സാറിന് ഒരു ബിഗ് സല്യൂട്ട്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.